എന്തേ കണ്ണു നിറഞ്ഞിട്ട്? ഒന്നുമില്ല, പെട്ടെന്ന് അറിയാണ്ട് അമ്മയെ ഓർത്തുപോയി. അമ്മ എപ്പോഴേ മരിച്ചത്? അമ്മയെന്ന് വിളിച്ച് കൊതി തീരും മുമ്പേ. അച്ഛനോ? ഉണ്ടായിരുന്നു, ഇടയ്ക്ക് എപ്പോഴൊക്കെയോ വന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ഓർമ്മ മാത്രമായിട്ട്. ഒന്നും വ്യക്തമായിട്ടറിയില്ല. വല്യമ്മാവനായിരുന്നു കോവിലകത്തെ ഭരണം. അച്ഛനും വല്യമ്മാവനും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായിരുന്നു അത്രേ. സംബന്ധക്കാരുടെ വാക്ക് കേട്ട് അവരുടെ തഞ്ചത്ത് നിൽക്കേണ്ട ഗതികേട് പൂവുള്ള കോവിലത്തെ തമ്പുരാന്മാർക്കായിട്ടില്ല. ഇവിടുത്തെ തമ്പുരാട്ടികൾക്കും എന്താ വേണ്ടത്, എങ്ങനെയാ വേണ്ടതെന്ന് ഇവിടെ ഞാനാ തീരുമാനിക്കാൻ. അതേ നടക്കൂ ഇവിടെ. പിന്നെ എന്നും രാത്രി എന്നെ കെട്ടിപ്പിടിച്ചു കിടന്ന അമ്മ കരയും. താരാട്ടിന് പകരം ആ ഏങ്ങലടി കേട്ടാണ് ഞാൻ ഉറങ്ങാറ്. ഒരു ദിവസം അമ്മ ഉണർന്നില്ല. ഒരിക്കലും ഉണരാത്ത ഉറക്കം. ചന്ദനത്തിന്റെ മണമായിരുന്നു അമ്മയ്ക്ക്. ചന്ദനത്തടി കൊണ്ട് തന്നെ ചിതയൊരുക്കി തീ കൊളുത്തും വരെ കാത്തു. അച്ഛൻ വന്നാലോ? വന്നില്ല. പിന്നീട് ഒരിക്കലും. ഇനി കാക്കണ്ട. അതെ, കൊളുത്തിക്കോളൂ. അമ്മയുടെ മരണശേഷം ഈ വലിയ കോവിലകത്ത് ഞാൻ ഒറ്റയ്ക്കായി. കാർത്തിക് അറിയോ, കല്യാണിയമ്മ ഇല്ലാന്നെങ്കിൽ ഞാനിവിടെ ശരിക്കും ഒരു അനാഥ കുട്ടിയായനെ. ആരോരും ഇല്ലാണ്ട്. അമ്മയുടെ പ്രായമാണ് കല്യാണിയമ്മയ്ക്ക്. കുട്ടിക്കാലത്തെങ്ങോ കോവിലകത്ത് വന്ന് പെട്ടതാണ്. അമ്മ മരിച്ചേ പിന്നെ അവരായിരുന്നു എൻ്റെ അമ്മയും എല്ലാം. എന്നെ പ്രസവിച്ച് കിടക്കുമ്പോ അമ്മയ്ക്ക് മഞ്ഞപ്പനി പിടിച്ചു. പാല് കുടിക്കാൻ ഞാൻ ശാഠ്യം പിടിച്ചു കരഞ്ഞു ഉത്രേ. ആരും കാണാണ്ട് കല്യാണിയമ്മ എനിക്ക് മുല തരുമായിരുന്നു. സത്യം, പ്രസവിക്കാത്ത അവരുടെ മുല കുടിച്ചാണ് ഞാൻ വളർന്നത്.